നമ്മൾ ഒരു 100-150 കൊല്ലം വരെയൊക്കെ ഇരുമ്പായിരുന്നു ലോകത്തെ ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ പുതിയ കാലഘട്ടം വന്നതിന് ശേഷം 1990-നൊക്കെ ശേഷം പ്ലാസ്റ്റിക്കിൻ്റെ യുഗമായി ലോകം മാറിക്കഴിഞ്ഞു. ഇന്ന് പ്ലാസ്റ്റിക്, സർവ്വവ്യാപിയായ പ്ലാസ്റ്റിക് അറിയാതെ നമ്മുടെ ശരീരത്തിലും ഭക്ഷണത്തിലും എത്തിപ്പെടുന്ന, ഭക്ഷണത്തിൽ കൂടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു പ്രക്രിയ മാരകമായ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ലോകം മൊത്തം, ലോകത്തിൻ്റെ സ്ഥിതി മൊത്തം. ഒരു അമേരിക്കൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നടത്തിയിട്ടുള്ള കണക്ക് പ്രകാരം ശരാശരി 5 ഗ്രാമോളം പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങൾ, ഈ കഷ്ണങ്ങൾ നമ്മൾ കാണൂല കേട്ടോ. അതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല. നമ്മൾ നടന്നു പോകുന്ന, അല്ലെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ പോലും ഈ പ്ലാസ്റ്റിക്കിൻ്റെ കണങ്ങളുണ്ട്. അതിൻ്റെ വലിപ്പം എത്രയാണെന്നറിയാം? സ്മോളർ ദാൻ 5 mm, അതായത് 5 mm കുറവായിരിക്കും. ആ പ്ലാസ്റ്റിക്കിൻ്റെ കണത്തിനൊരു പേരിട്ടുണ്ട്, മൈക്രോ പ്ലാസ്റ്റിക് എന്ന്. മൈക്രോ പ്ലാസ്റ്റിക് നമുക്ക് ചിലപ്പോൾ കാണാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കയറി ശ്വാസസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അലർജിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ശ്വാസം കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊക്കെ നാം എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും തിരിച്ചറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ ക്ലോത്തും നമ്മുടെ ശരീരത്തിലേക്ക് പ്ലാസ്റ്റിക് എത്തുന്നതിന് കാരണമായി തീരുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ക്ലോത്ത് ശരിക്കും മൈക്രോ പ്ലാസ്റ്റിക് അല്ല, ക്ലോത്ത് ശരിക്കും നാനോ പ്ലാസ്റ്റിക് എന്ന് പറയാം. വളരെ മൈക്രോ പ്ലാസ്റ്റിക്കിനേക്കാളും 100 ഇരട്ടിയോളം സ്മോൾ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുണ്ടാക്കിയതാണ് ഈ സാധാരണ സിന്തറ്റിക് ഫാബ്രിക്സിൻ്റെ ക്ലോത്തുകൾ. ഈ സിന്തറ്റിക് ഫാബ്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷർട്ടുകളുടെ 60% സിന്തറ്റിക് ഫാബ്രിക്സ് ആണ്. ഇത് നമ്മുടെ ശരീരത്തിൽ കൂടെ തന്നെ, നമ്മളെ സ്കിന്നിനെയും മറികടന്നുകൊണ്ട് സ്കിന്നിൽ കൂടെ തന്നെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. നാം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ക്ലോത്ത് ധരിക്കുമ്പോൾ, നമ്മൾ ഏതെങ്കിലും ക്ലോത്ത് ധരിക്കുകയാണെങ്കിലോ ഷർട്ട് ധരിക്കുകയാണെങ്കിലോ ഒക്കെ നമ്മളെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അത് വലിയ സാധാരണ ആളുകൾക്ക് അതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ല. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് പറഞ്ഞാൽ നമുക്ക് പാല് വാങ്ങിയാൽ, പഞ്ചസാര വാങ്ങിയാൽ, മൈദ വാങ്ങിയാൽ, പിന്നെ അതുമാതിരി തന്നെ ഒക്കെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സിലാണ് കൊടുക്കുക. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സൊക്കെ നിരോധിച്ചിട്ടുണ്ട്. എങ്കിലും കൂടിയിട്ട് ഈ ഗ്രോസറി സാധനങ്ങളുണ്ട്, മുളക്, മല്ലി തുടങ്ങിയ ഗ്രോസറി പർച്ചേസൊക്കെ അധികം വരുന്ന ഈ പ്ലാസ്റ്റിക് കൂടിയാണ്. അതിൻ്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രോസറി പാർട്ടിക്കിൾസിൽ പലപ്പോഴും കെമിക്കൽ എലമെൻ്റ് ഉണ്ടാവും. ഈ കെമിക്കൽ എലമെൻ്റ് പ്ലാസ്റ്റിക് കവറുമായിട്ട് പ്രവർത്തിച്ച് അതിൻ്റെ കെമിക്കൽസിനെ വലിച്ചെടുക്കും. പ്ലാസ്റ്റിക്കിൻ്റെ കെമിക്കൽസിനെ കാർബൺ ഡയോക്സൈഡിൻ്റെ ചെറിയ കണങ്ങളെപ്പോലും, അതിൻ്റെ ചെറിയ സൂക്ഷ്മ ഇതിലെപ്പോലും വലിച്ചെടുത്ത് ഈ ഭക്ഷണത്തിലേക്ക് ലയിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആരും അറിയുന്നില്ല അത്. ആ ഭക്ഷണമാണ് നമ്മൾ വാങ്ങിക്കഴിക്കുന്നത്. അപ്പോൾ നാം അറിയാതെ തന്നെ പിന്നെ മാത്രമല്ല, നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിസ്ചാർജ്, വ്യവസായങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുപ്പെടുന്ന പോളിഫ്ലോർ ആൽക്കഹോൾ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഉണ്ട്, PFAS എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റിൻ്റെ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് പലപ്പോഴും നമുക്ക് ഫെർട്ടിലൈസറായി ഉപയോഗിക്കുമ്പോൾ അത് ചെടികളിലേക്ക് പോലും എത്തിപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ മർക്കുറി, പിന്നെ മരുത്തിന് ഫോസ്ഫറസ്, പിന്നെ മരുത്തിന് വളരെ മാരകമായിട്ടുള്ള മറ്റ്
കെമിക്കൽസൊക്കെ ചെടികളിലേക്ക് എത്തിപ്പെടുന്ന ചെടികൾ വലിച്ചെടുക്കുകയോ അത് ഭക്ഷണത്തിലേക്ക് വരെ നമുക്ക് എത്തിപ്പെടുന്നൊരു ഇതാരും ഇതൊക്കെ വളരെ ഇഷ്ടമാണ്. അതൊക്കെ വളരെ നല്ല ഭക്ഷണമായിട്ടാണ് കരുതുന്നത്. സീ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ പലപ്പോഴും നിർദ്ദേശിക്കാറുണ്ട് നമ്മളോട്, സീ ഫുഡ് കഴിക്കണം, സീ ഫുഡൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ സീ ഫുഡ് എന്ന് പറയുമ്പോൾ സീ ഫുഡ് പോയ്സൺഡാണ്. പോയ്സൺ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഒക്കെ ഫൈനലായിട്ട് കടലിലേക്കാണ് എത്തിപ്പെടുന്നത്. ഇവ വെയിലും ചൂടും തട്ടിയിട്ട് ഇവ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് കഷ്ണമായിട്ട് ഇവ ഈ കടലിലേക്ക് ഒഴുകി നടക്കും. അപ്പോൾ ഇവ ഇങ്ങനെ പോകുമ്പോൾ പല മീനുകളൊക്കെ ഇവ ഭക്ഷണമാണെന്ന് കരുതി കഴിക്കും. അങ്ങനെ ചെറിയ ഭക്ഷണമാണെന്ന് കഴിച്ചാൽ ഇവരുടെ ദഹന വ്യവസ്ഥയെ തന്നെ താറുമാറാക്കുകയും അധികം താമസിയാതെ ഈ വലിയ മീനുകൾ വരെ ചത്തുപോവുകയും ചെയ്യും. ഏകദേശം ഈ മീനുകൾ വല വീശി നമ്മൾ പിടിച്ചിക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാൽ അത് കറി വെക്കുമ്പോഴൊക്കെ ഈ മീനുകൾ കഴിച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. ഇത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറില്ല. ഇതൊരു ശാസ്ത്രീയ കാരണമാണ്, ശാസ്ത്രീയ വശമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, തമാശക്ക് പറയല്ല. വളരെ ശാസ്ത്രീയമായിട്ട് പഠനം നടത്തിയിട്ടുണ്ടായിട്ടുള്ള തെളിവുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ സീ ഫുഡ് കഴിക്കുന്നതിന് പകരം ഏറ്റവും സേഫായിട്ടുള്ളത് ഫ്രൂട്ട് സലാഡൊക്കെ വാങ്ങി കഴിക്കുക നല്ലതെന്ന്, അതും കേടാണ് നല്ലതെന്ന് തോന്നുന്നത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പ്ലാസ്റ്റിക് ബാഗിൽ പ്ലാസ്റ്റിക് കപ്പുകളുടെ അകത്ത് ചായ വാങ്ങി കഴിക്കാറുണ്ട്. ഈ അതിൻ്റെ അകത്ത് ചൂടുള്ള ചായൻ്റെ അകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കവറിൻ്റെ അകത്താണ് ചായപ്പൊടി നൽകുന്നത്. ഈ ചായപ്പൊടി അതിൻ്റെ അകത്തിട്ട് ഇളക്കിയിട്ടാണ് നമ്മൾ സാധാരണഗതിൻ്റെ അകത്ത് യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ചായ കഴിക്കാറ്. ഈ ചൂടുള്ള കവറ്, ചൂടുള്ള ചായൻ്റെ അകത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കവറ്, പ്ലാസ്റ്റിക് അല്ല എന്ന് പറയാം, പക്ഷെ പ്ലാസ്റ്റിക്കാണ് അത് നാനോ പ്ലാസ്റ്റിക്കാണ്. അപ്പം അത് ഈ ഭക്ഷ്യവസ്തു ഈ ചായയുമായിട്ട് ലയിച്ച് ചേർന്ന് ചായൻ്റെ അകത്ത് കൂടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സൂക്ഷ്മകണങ്ങൾ നമ്മളെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. മൊത്തം ഇന്ത്യയിലാണെങ്കിൽ ഏകദേശം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ചായകൾ വഴി 1.6 മില്യൺ മൈക്രോമീറ്റർ വരെ മൈക്രോ പ്ലാസ്റ്റിക് കണങ്ങൾ വരെ ഒരു ദിവസം ആളുകൾ ചായ വഴി ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നടത്തിയിട്ടുള്ള കണക്കാണ്. പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും തന്നെയാണ് സ്ഥിതി. മണ്ണിൽ നിറയെ പ്ലാസ്റ്റിക്കാണ്. ഈ പ്ലാസ്റ്റിക് സ്മോൾ കണങ്ങളായിട്ട് ഇവ ലയിച്ച് ചേർന്ന് ഇവ ചെടികൾ വലിച്ചെടുക്കും. ചെടികൾ വലിച്ചെടുത്തിട്ട് ചെടികൾ നമ്മൾ ആയിക്കഴിഞ്ഞാൽ ആ ഫ്രൂട്ട്സിൻ്റെ അകത്തും ഈ പ്ലാസ്റ്റിക് കണങ്ങൾ ഉണ്ടാവും, മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടാവും. പിന്നെ ആപ്പിള്, ക്യാരറ്റ് ഇതൊക്കെ വിഷലിപ്തമാണ്. ഈ വസ്തുക്കളെല്ലാം പാടെ കൂടിയിട്ട് ഈ പറയുന്നത് നമ്മൾ ഒരു ഗ്രാം ഈ ഫ്രൂട്ട്സ് നമ്മൾ വാങ്ങുമ്പോൾ 1000 മൈക്രോ പ്ലാസ്റ്റിക് വരെ അതിൻ്റെ അകത്ത് ഉണ്ടാവും എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബീറ് കഴിക്കുകയാണെങ്കിലും ബീറ് വെള്ളമാണ്. ആ വെള്ളത്തിൻ്റെ അകത്ത് ധാരാളം മൈക്രോ പ്ലാസ്റ്റിക് കണങ്ങൾ അടങ്ങിയിരിക്കും. ബീറ് കഴിക്കുകയാണെങ്കിലും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടുള്ളത്. ഒരു സാധാരണ ഒരു ബീറിനകത്ത് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതായത് 10,000 മൈക്രോ പ്ലാസ്റ്റിക് വരെ ഒരു സാധാരണ ബീറിൻ്റെ അകത്ത് ഉൾക്കൊള്ളുമെന്നാണ് ഇതുവരെ നടത്തിയിട്ടുള്ള കണക്ക് കാണിക്കുന്നത്. ഇതെല്ലാം ചുരുക്കിയിട്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇതെല്ലാം ശരീരത്തിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകുന്നത്, നമ്മളെ ശരീരത്തിലെ കോശങ്ങളെ മുഴുവൻ നശിപ്പിക്കുകയും ക്യാൻസർ പോലെ മാരകമായ രോഗങ്ങൾ ശരീരത്തിൽ ഭാവിയിൽ ഉണ്ടാവുകയും ചെയ്യും. നമുക്കതിന് കാരണങ്ങൾ കണ്ടെത്താൻ വേണ്ടി ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല.
നമുക്ക് ചില ആളുകൾ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ക്യാൻസർ വരും. അതുമാതിരി തന്നെ കുടൽ വീക്കുകൾ വരും. ഇതൊക്കെ ശരീരത്തിൽ ദഹിക്കാൻ പറ്റാതായി കിടക്കുക ചെയ്യുന്നു. ഈ പ്ലാസ്റ്റിക് പിന്നെ മാത്രമല്ല, ഈ പ്ലാസ്റ്റിക് കണങ്ങൾ നമ്മൾ ശരീരത്തിൽ ചൂടേറ്റിട്ട് അവയിൽ നിന്ന് ഡയോക്സിൻ ഉണ്ടായി വരും. ആ ഡയോക്സിൻ പുറത്തു പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് പ്രഷർ കൂടുന്ന അവസ്ഥ വരും. മാത്രമല്ല, ഉഷ്ണമായിക്കുകയാണെങ്കിൽ, ഉഷ്ണക്കാരൊക്കെ ആയിക്കുകയാണെങ്കിൽ നമുക്കൊരു വിമ്മിഷ്ടം വരാനുണ്ട്. അപ്പം ഈ പ്ലാസ്റ്റിക്കിൻ്റെ മാരകമായിട്ടുള്ള ഈ പിടുത്തത്തിലാണ് ലോക സമൂഹം നിലനിൽക്കുന്നത്. അപ്പം നമ്മൾ കഴിയുന്നതും പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ വസ്തുക്കളും ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇത്തരം വസ്തുക്കളൊക്കെ ഒഴിവാക്കിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും നമ്മുടെ ശരീരത്തിന്, നമ്മൾ ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക് മെന്നായി തീർന്നിരിക്കുക. നമ്മൾ അറിയാതെ നമ്മൾ പറയുമ്പോൾ പ്ലാസ്റ്റിക് മെൻ എന്നൊരു വാക്കുണ്ട്, അത് മെന്നായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ അത്തരങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. എങ്കിലും നമ്മൾ കഴിയുന്നതും നിരുത്സാഹപ്പെടുത്തുക. ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നത് ഇല്ലാതായാൽ തന്നെ അതിൽ വിപണി കുറയുകയും പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും അങ്ങനെ ക്രമേണ അത് കമ്പോളത്തിൽ നിന്ന് ഒഴിവായി പോവുകയും ചെയ്യും. ഏതായാലും ഈ ക്ലാസ് കുറച്ച് നീണ്ടുപോയി എന്നാണ് തോന്നുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച നിങ്ങൾക്ക് എൻ്റെ വക സ്നേഹ ആശംസകൾ. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഈ പോസ്റ്റിൻ്റെ കമൻ്റ് ഇടുക. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിലും ഇടുക. എന്തഭിപ്രായം ഇടണം എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. എൻ്റെ ഈ ഒരു വിഷയത്തെപ്പറ്റി കേട്ടിട്ടുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ അറിയിക്കുകയാണ്.